Krishna's color key. Let's talk, let's chat, and let's enjoy. നമസ്കാരം. ഇന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് അർത്ഥം പറഞ്ഞുകൊണ്ടാവാം. അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് 19 ഞാൻ ചോദിച്ചിരുന്നു. ചോദ്യത്തിൻ്റെ മറുപടി ആകെ തന്നേക്കുന്ന ഡോക്ടർ ബിജുവാണ്. പുള്ളിക്ക് തന്നെ പ്രൈസും കാര്യം അർത്ഥം കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് അത് പാട്ട് ഏതാണെന്നുള്ള ഓർമ്മയിലുള്ള മമ്മൂട്ടിയുടെ കാതോട് കാതോരം സിനിമയിലെ സോങ് ആയിരുന്നു. നീയൻ സർഗ സൗന്ദര്യമേ നീയൻ സത്യസംഗീതമേ. അതിൽ ഞാൻ ചോദിച്ചു നിൻ്റെ സങ്കീർത്തനം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്തുതി, സ്തോത്രം. ശരിക്കും ഞാൻ അന്ന് പറഞ്ഞു, ഞാനൊരു ക്ലൂ തന്നു, പള്ളിയിൽ പോകുന്നവർക്കാണെങ്കിൽ ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡോക്ടർ ബിജു പള്ളിയിൽ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആൾ മലയാളത്തിൻ്റെ ഒരു ഉസ്താദാണ്. ആക്ച്വലി മിക്ക മലയാളം വേർഡ്സും അറിയാം. അത് മാത്രമല്ല സ്വന്തമായിട്ട് രചനയുണ്ട്. ഈ അടുത്ത് ബിജുവിൻ്റെ തന്നെ ഒരു സോങ് എനിക്ക് കമ്പോസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയായിരുന്നു. നല്ല രചനയാണ്. അപ്പോൾ അത് ഞാനൊന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഇങ്ങനെ ഒത്തിരി രചന ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് മ്യൂസിക് ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ട് മ്യൂസിക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി പാട്ടായിട്ടൊക്കെ വരും, നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹം നല്ല രചയിതാവാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മലയാള ഭാഷയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും മലയാള വാക്കുകൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അയക്കുന്നത്. അപ്പോൾ പ്രൈസ് കിട്ടിയിരിക്കുന്ന ബിജുവിനാണ്. കൺഗ്രാറ്റ്സ്. ഇപ്പം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, കുറച്ച് ദിവസത്തേക്ക് ചോദ്യങ്ങൾ മാറ്റി വെച്ച് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം പറയുകയും അവർക്ക് പ്രൈസ് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് ഒരു പുതിയ വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. PM ശ്രീ. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ പേര് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ്? പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണത്. അതായത് NEP, നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഇനി കരിക്കുലം മാറ്റുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ അതാണ് ഈ PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ അതിൽ വരുന്നത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഇനി ഓൾ ഇന്ത്യയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് pre-KG to grade 2. അതായത് വയസ്സ് വന്നിട്ട് 3 മുതൽ 7 വയസ്സ് വരെ ആണ് ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത്. പ്രിപ്പറേറ്ററി ആണ് പിന്നെ വരുന്നത്. അപ്പോൾ അത് ക്ലാസ് 3 to 5, 8 to 10 ഇയേഴ്സ് ഓഫ് ഏജിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കില്ല ഇനി വരുന്നത്. അപ്പം ഇൻ്റർനാഷണൽ സ്റ്റൈലിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മാറ്റുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് PM ശ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത്. NEP എഡ്യൂക്കേഷൻ സിസ്റ്റം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇനി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് pre-KG to grade 2 വരെയും, പിന്നെ പ്രിപ്പറേറ്ററിയും, പിന്നെ മിഡിൽ ക്ലാസ്, സെക്കൻഡറി ക്ലാസ്. മിഡിൽ ക്ലാസ് ആകുമ്പോൾ 6 to 8, ക്ലാസ് 6 to 8 പറയുന്നത്. അപ്പോൾ ഏജ് എന്ന് പറഞ്ഞാൽ 11 to 13 ഇയേഴ്സ് ആവും. സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ക്ലാസ് 9 to 12, 14 to 18 ഇയേഴ്സ് ഏജും അതിൻ്റെ അകത്താണ് പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറ്റം വരുത്തുകയാണ്. അപ്പം ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ മാറ്റം വരുത്തുന്നതെന്ന് ചോദിക്കും. നമ്മളുടേത് ഒരു ഓൾഡ് സിസ്റ്റമായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണലി പഠിക്കാൻ പോകാനായിട്ട്, അതായത് ഇപ്പം 12th ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പഠിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഡിഗ്രി പഠിച്ചതിന് ശേഷം ഒന്നുകൂടെ ഡിഗ്രി പഠിക്കാൻ പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും, ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ പുറത്തുനിന്ന് രാജ്യത്തു നിന്ന് വരുന്നവർക്ക് ഇന്ത്യയിൽ വന്ന് പഠിക്കാനും, ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്നവർക്ക് 12ാം ക്ലാസ് കഴിഞ്ഞാൽ പുറത്ത് ഡിഗ്രിക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ചുമ്മാ നമ്മൾ തമ്മിൽ തല്ലേണ്ട കാര്യങ്ങളൊന്നുമില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം ബെറ്റർ ആക്കേണ്ടത് നമ്മൾ ഓരോ പൗരൻ്റെയും കടമയാണ്. കാര്യം ഇനി വരും ജനറേഷനിൽ എന്തിനാണ് നമ്മൾ 50 മുതൽ 60 കൊല്ലം പഴകിയ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യണമെന്ന് വല്ലതും ഉണ്ടോ? നമ്മളിപ്പോൾ പുതിയ ഫോൺ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ പുതിയ സിസ്റ്റം വരുമ്പം അതിലേക്ക് നമ്മൾ മാറാൻ പഠിക്കുക. അല്ലാതെ ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് നിന്നാൽ, എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ പാർട്ടി ബേസ്ഡ് ആണെന്ന് പറയും. പാർട്ടി ബേസ്ഡ് അല്ല. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിന് പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ചുവന്ന കൊടിയുടെ പാർട്ടിയിൽ ഉള്ള ആളായിരുന്നു. അപ്പോൾ അന്ന് കമ്പ്യൂട്ടർ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് കമ്പ്യൂട്ടറിന് എഗെയിൻസ്റ്റ് ഭയങ്കര അടിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഫസ്റ്റ് പോയി നിന്നിട്ട് സ്ട്രൈക്കിന് നിൽക്കുന്നുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ഇവിടെ പാടില്ല, ആളുകളുടെ ജോലിയൊക്കെ കുറയും എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ എഗെയിൻസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ കാരണം അതായിരുന്നു. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞു, കമ്പ്യൂട്ടർ വന്നാൽ നല്ലതല്ലേ, നമുക്ക് ടൈപ്പ് റൈറ്റിങ്ങിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് എളുപ്പമല്ലേ ചെയ്യാൻ. അപ്പോൾ പിന്നെ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ഈ പറയുന്ന സുഹൃത്തിനെ പിന്നെ കാണുകയുണ്ടായി. അപ്പം അവിടെ ഒരു സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, സാർ ഇപ്പോൾ അതിൽ പങ്കെടുക്കുന്നില്ലേ? ഞാൻ ചുവന്ന കൊടി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറയാം, എൻ്റെ മോൻ ഇപ്പോൾ അമേരിക്കയിലാണ്. അപ്പോൾ അവനിപ്പോൾ കമ്പ്യൂട്ടർ വഴിയിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്തിനാണ് പുതിയൊരു ഒരു സിസ്റ്റം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ പറയുന്നത്. അപ്പോൾ പുതിയൊരു സംഭവം വരുമ്പോൾ നമുക്കതൊന്ന് യൂസ് ചെയ്താൽ പറയാം, കൊള്ളാമോ ഇല്ലേ നമുക്ക് യൂസ് ചെയ്തോ, കൊള്ളാമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, കൊള്ളില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പുതിയ എന്ത് കാര്യം വന്നാലും ആദ്യം നമ്മളൊരു സ്ട്രൈക്ക് നടത്താൻ പോകേണ്ട കാര്യമില്ല. അത് നമ്മൾ യൂസ് ചെയ്ത് നോക്കുക, നമുക്ക് കൊള്ളാമോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മളത് ഫേർദർ പുതിയ ജനറേഷന് ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ. അപ്പോൾ ഇതുപോലെ നമ്മൾ വർഷങ്ങളായിട്ട് 50 കൊല്ലം 60 കൊല്ലവും സെയിം തന്നെ ടോപ്പിക്സ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നല്ല മാറ്റം വരുത്തിക്കൊണ്ട് ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ നമ്മൾ പഠിക്കാനായിട്ട് ഇറങ്ങുക. അപ്പോൾ ഇനി ഭാരതത്തിൽ മോണ്ടസറി എഡ്യൂക്കേഷനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ് യൂസ് ചെയ്തിരുന്നത് തന്നെ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ്. ടെക്സ്റ്റ് ബുക്ക് എഡ്യൂക്കേഷൻ അതായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക, കാണാതെ പഠിക്കുക, എന്നിട്ട് അത് പരീക്ഷയിൽ കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് റോങ് മെത്തേഡാണ്. കാരണം നമുക്ക് ഭാരതത്തിൽ ഏറ്റവും നല്ലതായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതായത് ഗുരുമുഖത്ത് നിന്നും വരുന്നത് കേട്ട് പഠിക്കുക, എഴുതി പഠിക്കുക, അല്ല കേട്ട് പഠിക്കുക. ഈ കേട്ട് പഠിക്കുന്നതിൻ്റെ ഗുണം തന്നാൽ ഞാൻ എൻ്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞാൻ ചോദിക്കും, ഈ കവിതകളൊക്കെ അച്ഛൻ വളരെ ലാഘവത്തോടെ പറയുന്നത് കേൾക്കുക. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ പറയും, ഞങ്ങളൊക്കെ എഴുതിയല്ല പഠിച്ചത്, കേട്ടാണ് പഠിച്ചത്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം കേട്ടും ഉച്ചരിച്ചും പഠിച്ചത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് തന്നെ അത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ഫോൾഡറിലിട്ട് വെച്ചേക്കുന്ന പോലെ അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തുടങ്ങേണ്ട ഒരു ഫസ്റ്റ് വരി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ബാക്കിയെല്ലാം ഒരു 50 100 വരികളുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ ഇത് പുറത്തേക്ക് വരും, നമ്മൾ പറഞ്ഞു തുടങ്ങും. പക്ഷേ എഴുതുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്കൊരു ബ്ലോക്ക് വീഴും, ഇല്ല നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും, അയ്യോ മറന്നുപോയി. പിന്നെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ എഴുത്തല്ല ശരിക്കും പറഞ്ഞാൽ മെയിൻലി വേണ്ടിയിരുന്നത്, നമ്മൾ പറഞ്ഞ് പഠിക്കുന്നതായിരുന്നു നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പം നമ്മുടെ ആ ടീച്ചിങ് സ്റ്റൈൽ, ഗുരുമുഖത്ത് നിന്നും പഠിച്ചിരുന്ന ആ ഗുരുകുല വിദ്യാഭ്യാസം, ആ സ്റ്റൈല് അപ്പാടെ മാറ്റിയത് ബ്രിട്ടീഷ് എഡ്യൂക്കേഷനുമാണ്. ബ്രിട്ടീഷുകാരത് എഡ്യൂക്കേഷൻ മെയിൻലി കൊണ്ടുവന്നത് തന്നെ നമ്മുടെ സിസ്റ്റം റോങ് ആണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ നമ്മളതാണ് ഫോളോ ചെയ്ത് ഇപ്പോൾ ഈ 78 കൊല്ലം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയത്. ഇപ്പോൾ ഇനി വരുന്ന ഈ ഗവൺമെൻറ് ഇത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നു. മോണ്ടിസറി സിസ്റ്റം അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മോണ്ടിസറി സിസ്റ്റം ആക്ച്വലി ഇപ്പോൾ അമേരിക്കയിലും UK യിലും എല്ലായിടും മോണ്ടിസറി എഡ്യൂക്കേഷനാണ് അവർ യൂസ് ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക, ട്രെയിനിങ്ങിലൂടെ. അപ്പം നമ്മൾ മോണ്ടിസറി ആരാന്നുള്ളത് അറിയണം. അതായത് മറിയ മോണ്ടിസറി എന്ന് പറയുന്ന ഒരു ഫിസിഷ്യനായിരുന്നു. അവർ ഇറ്റലിയുടെ ഫസ്റ്റ് ഫീമെയിൽ ഡോക്ടറാണ്. അപ്പോൾ അവർ സൈക്യാട്രിയിലെ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ മെയിൻലി ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ശരിക്കും നിഷേധിക്കുകയാണ് എല്ലാവരും. കാര്യം അവർ ഇരിക്കത്തില്ല, ചിലർ നടക്കത്തില്ല, ചിലർ ഇപ്പോൾ സംസാരിക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒന്നും പ്രോപ്പർലി കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെയും കംപ്ലീറ്റ്ലി അവർ നമ്പാവുകയാണ്. മിക്ക കുട്ടികൾക്കും സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവും. പക്ഷേ നമ്മൾ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം എന്നുള്ളത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രയോജനപ്പെടുന്നതെന്ന് മറിയ മോണ്ടിസറി ഇറക്കിയ ഒരു സിസ്റ്റമാണ് മോണ്ടിസറി എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് വരികയാണ്. ചില നഴ്സറീസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ സെൻറ്ററിലും മോണ്ടിസറി എഡ്യൂക്കേഷൻ ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ 13 കൊല്ലമായിട്ട് അത് തന്നെയാണ് കുട്ടികളെ ട്രെയിനിങ് കൊടുക്കുന്നത്, മോണ്ടിസറി എഡ്യൂക്കേഷൻ മെത്തേഡിലൂടെയാണ്. അപ്പോൾ ഇത് കോപ്പി ചെയ്തതിന് ശേഷം പലരും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവർ സക്സസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ ഇവിടെ വരുന്നവർ കുഞ്ഞുങ്ങൾക്ക് 1-2 മാസം കൊണ്ട് തന്നെ അവർക്ക് സ്പീച്ച് ഇല്ലാത്തവർക്കൊക്കെ സ്പീച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മോണ്ടിസറി എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇത് നിങ്ങളുടെ കുട്ടികളെ ആണെങ്കിലും ഇനി നോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവിടാതെ മോണ്ടിസറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവിടുക. പക്ഷേ ചിലർ ബോർഡ് മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുതിലെ തന്നെ
പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം ഇപ്പം ഒന്നും ബൈഹാർട്ട് ചെയ്യാതെ പഠിക്കാനുള്ള ഒരു രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ടെക്സ്റ്റ് ബുക്ക് എഡ്യൂക്കേഷൻ കുറച്ച് വേണം, ബാക്കിയൊക്കെ നമുക്ക് കേട്ടും അറിഞ്ഞും പറഞ്ഞും നമുക്ക് പഠിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ പഠിക്കട്ടെ. ഓക്കെ, ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.